ഗൈസ് ഗുഡ് മോർണിംഗ്. ശരിക്ക് ഉച്ച അയക്കണേ, 10 മണി അയക്കണേ. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലാണ് ഹോട്ടൽ കോഹിനൂർ. നല്ല ഹോട്ടലൊക്കെയാണ്, എന്താ അറിയില്ല, കച്ചവടമില്ലാണ്ട് ഇതാതാണോ അറിയില്ല. സർവീസ് വളരെ മോശം. പിന്നെ ചൂടുവെള്ളമാണ് വരുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നല്ല ചൂടുള്ള വെള്ളമായിരുന്നു. നമ്മളേതായാലും ഇറങ്ങുകയാണ്. നമ്മുടെ യാത്രയുടെ 11ാമത്തെ ദിവസമാണ്. അഫ്ഷാനാടുന്ന് വൈപ്പറിൻ്റെ വെള്ളമൊക്കെ നടക്കുന്നുണ്ട്. മനസ്സിലോ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ നേരെ പുഷ്കർ ചിലപ്പോൾ ഒന്ന് കയറിയിട്ട് ജോധ്പൂർക്കാണെന്ന് പോകുന്നത്. ഇനി ജോധ്പൂരെ കാഴ്ചകളാണ്. ഭയങ്കര ചൂടാണ്. രാജസ്ഥാൻ എങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചിലാണ്. നമ്മൾ വന്ന സമയം പാളിപ്പോയതാണ്. അപ്പോൾ ജോധ്പൂർ, ജയ്സാൽമീർ. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു 80 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചിപ്പോൾ. ജയ്പൂരിൽ നിന്ന് ജോധ്പൂർ വരെ ഏകദേശം 320 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം 5.5 മണിക്കൂർ യാത്ര. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് പോവാണ്. ജയ്പൂർ മുതൽ അജ്മീർ വരെ നാഷണൽ ഹൈവേ 48 കൂടെയും അത് കഴിഞ്ഞ് കുറച്ച് ദൂരമല്ല, ബീവർ വരെ. അതായത് നമ്മൾ ഉദയ്പൂരിൽ നിന്ന് അജ്മീർ വഴി ജയ്പൂർക്ക് വന്ന അതേ സെയിം റോഡ് കൂടി തിരിച്ചു പോവാണ്. അജ്മീർ മുതൽ ബീവർ വരെ നാഷണൽ ഹൈവേ 58 ആണ്. അത് കഴിഞ്ഞ് ബീവറിന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത്, ബേവറോ ബീവറിന്ന് ജോധ്പൂർ വരെ നാഷണൽ ഹൈവേ 25 കൂടെയാണ് പോകുന്നത്. അപ്പം ഏകദേശം ഇനി ഒരു 250 കിലോമീറ്ററോളം ഉണ്ട്, 4 മണിക്കൂർ. നമ്മളൊരു വൈകുന്നേരം ആകുന്നതിന് മുന്നേ ജോധ്പൂർ എത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ പുഷ്കർ വേണ്ട, ഭയങ്കര ചൂടാണ്. പുഷ്കർ മേളയൊന്നും നടക്കുന്ന സമയമല്ല. നമ്മൾ നേരെ ജോധ്പൂർക്ക് പോവാണ്. ഇപ്പം നാഷണൽ ഹൈവേ 48 തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവും. 48 എക്സിറ്റ് ആയിട്ട് 58 കയറും. നാഷണൽ ഹൈവേ 48 നമ്മൾ പറഞ്ഞിരുന്നു. ഗുജറാത്തിൽ നിന്നൊക്കെ നമ്മൾ വരുന്ന സമയത്ത്, മുംബൈയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്ന സമയത്ത് ചെന്നൈ മുതൽ ഡൽഹി വരെ കണക്ട് ചെയ്യുന്ന വലിയൊരു ഹൈവേ ആണ്. ഏറ്റവും കൂടുതൽ ലോറികൾ, കണ്ടെയ്നറുകൾ പാസ് ചെയ്യുന്നൊരു ഹൈവേ ആണ് 48. എന്തായാലും നല്ല ചൂടത്ത് കത്തിപ്പോവാണ്. വണ്ടിയും കത്തിച്ചുവിടുന്നു, ചൂടും കത്തുന്നു. ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ നന്നായില്ല. പക്ഷേ ഒരു മഴ ചിലപ്പോൾ നമുക്ക് ജയ്സാൽമീർ ചിലപ്പോൾ മഴ കിട്ടാൻ മതി. മരുഭൂമിയിൽ നിന്ന്, താർ മരുഭൂമിയിൽ നിന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യലുണ്ടെന്നാണ് ബാസിത്ത് പറഞ്ഞത്. രാജസ്ഥാനിൽ ഒഴിവാക്കിയ സ്ഥലങ്ങളിപ്പോൾ ബിക്കാനീറും പുഷ്കറുമാണ്. അവിടെ 2 സ്ഥലത്ത് പോവുകയാണെങ്കിൽ കാണാനുണ്ട്. പക്ഷേ ചൂടുള്ള സമയത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റും. എന്തായാലും തന്നെ ജയ്പൂർ തന്നെ ഭയങ്കര കത്തുന്ന ചൂടാണ്. നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല. ഫോണാണെങ്കിൽ എപ്പോഴും ഓഫായി. നമ്മൾ കുറച്ച് ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോഴേക്ക് ഫോണ് ടെമ്പറേച്ചർ കൂടിയിട്ട് ഓഫായി പോവാം. ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. നമ്മൾ ഫുൾ ഡേ വീഡിയോ എടുത്തിട്ട് വരെ നമുക്ക് അങ്ങനെ ഫോൺ ഓഫായി പോകും. ഇത് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഫോൺ ഓഫായി പോവാം. 2 ഫോൺ ഓഫായി പോവാം. ഇപ്പോൾ ബിക്കാനീറും പുഷ്കറൊക്കെ ശരിക്കും ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത്. ക്യാമൽ ഫെസ്റ്റിവൽ ഉണ്ടാവില്ല ഇയർലി. അത് കാണാനൊക്കെയാണ് ശരിക്കും നമ്മൾ ബിക്കാനീർ, പുഷ്കറൊക്കെ പോകേണ്ടത്. ഒരു ചൂടില്ലാത്ത സമയത്താണ് അത് ഉണ്ടാവാറുള്ളത്. നാരകവെള്ളം കുടിച്ച് എനർജി കയറ്റി വീണ്ടും യാത്രകളോട് യാത്ര. വൈവിധ്യങ്ങൾ അങ്ങനെ കാണാം. പല ആൾക്കാർ, പല കോലത്തിലുള്ള ആൾക്കാർ. രാജസ്ഥാനിലൊക്കെ എത്ര കോലത്തിലുള്ള ആൾക്കാരാണ്, ഓരോ സ്വഭാവം. നമ്മളങ്ങനെ ആഴത്തിലിറങ്ങി കുറേ ആൾക്കാരങ്ങനെ കാണും. ഭാഷ വലിയൊരു പ്രശ്നമാണ്. 3 ആൾക്കും ഹിന്ദി തോടാ. രാജസ്ഥാനി തലക്കെട്ട്.
നമ്മള് മറ്റേ കഴിഞ്ഞ ദിവസം വന്ന അതേ റൂട്ടിൽ തിരിച്ചു പോവാ. ഇനി മാർബിളോ ഗ്രാനൈറ്റാ, മാർബിളും ഗ്രാനൈറ്റും തന്നെ. കിഷൻഗഡ് എത്താം, നമ്മളെ ഡംബിയാട്. ഒരു മഴയൊക്കെ കിട്ടിയാൽ ഡംബിയാടിലൊന്നും പോയി നല്ല കാഴ്ച ഉണ്ടായി. ഏകദേശം ഒരു 120 കിലോമീറ്ററും കൂടെ ഉള്ള നമുക്ക് ജോധ്പൂർ എത്താൻ. നാഷണൽ ഹൈവേ 25 കയറി, ബീവർ സിറ്റിയിൽ നിന്ന് നാഷണൽ ഹൈവേ മാറി 25 കയറി. നാഷണൽ ഹൈവേ 25 ഏകദേശം പാകിസ്ഥാൻ ബോർഡർ വരെ പോകുന്നുണ്ട്. ബാർമർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഏകദേശം ആ ഏരിയ വരെ നീളുന്നൊരു നാഷണൽ ഹൈവേ ആണ്. ജോധ്പൂർ വഴി നമുക്ക് ജോധ്പൂർക്കാണ് പോകേണ്ടത്. കഷ്ടപ്പാടുകളാണ്. നാട്ടിൽ നിന്ന് ഞങ്ങള് നെസ്റ്റോ ഒന്നില്ലേ, സ്പെഷ്യൽ താങ്ക്സ് ടു നെസ്റ്റോ. ബിസ്ക്കറ്റ് ഓഫറിന് കിട്ടിയ ബിസ്ക്കറ്റ്. സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച്. മോസ്കൈവൻ എവിടെയും മോസ്കൈവന്റെ കഴിഞ്ഞോ ചമ്പുരാന്. ഗൈസ് കണ്ടില്ലേ വെയില്, ഏതാ വെയില്. നീണ്ട 5.5 മണിക്കൂറത്തെ യാത്രക്ക് ശേഷം ഗൈസ് ജോധ്പൂർ എത്താണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ നേരെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അക്കോടയിൽ. ചില്ലാടി അഫ്ഷാൻ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റിൽ പുരന്ന് തുടങ്ങിയാണ്. KT ഹൗസ് എന്ന് തുടങ്ങിയ ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ ജോധ്പൂർ എത്തി നിൽക്കുകയാണ്. മാഷാ അല്ലാ, നമ്മൾ റെക്കോർഡ് ഇടണം മാഷാ അല്ലാ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നില്ല, മെഹ്റംഗ്ര ഫോർട്ടിലേക്കാണ് പോകുന്നത്. ജോധ്പൂർ എന്ന് പറയുന്നത് താർ ഡെസേർട്ടിലെ ഒരു സിറ്റിയാണ്, രാജസ്ഥാനിലെ. നല്ല കൾച്ചറും പുതിയ തരം ആൾക്കാരും പുതിയ ആചാരങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ചൂടാണ് മെയിൻ വില്ലൻ. അപ്പോൾ നേരെ മെഹ്റംഗ്ര ഫോർട്ട് പോവും. സമയം സൺസെറ്റ് എപ്പോഴാണെന്ന് അറിയില്ല, നല്ല ലേറ്റ് ആയിട്ടേക്ക് ഇവിടെ 7 മണിയൊക്കെ ആവേണ്ടി വരും. അപ്പോൾ മെഹ്റംഗ്ര ഫോർട്ടിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു 400 അടി, അതായത് സമതലത്തിൽ നിന്ന് ഒരു 400 അടി ഹൈറ്റുള്ളൊരു വലിയ പാറമലാണ് മെഹ്റംഗ്ര ഫോർട്ട് ഉള്ളത്. അതിൻ്റെ അടുത്ത് വേറൊരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട്, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ നേരെ അവിടേക്ക് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, ഇത്രയും ദൂരം യാത്ര ചെയ്താൽ നമുക്ക് കിട്ടിയാൽ നല്ല റോഡുകളിൽ ഒന്നാണ് അല്ലേ ഒരു പറയാം, നമുക്ക് സൂചിപ്പിക്കാൻ പോലും എടുത്തു കാണിയായിട്ട് ഒരു കട്ടർ പോലും ഇല്ല. അമ്പുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റിക്കാന്നല്ലാതെ, അമ്പിൻ്റെ ബോർഡ് ഉണ്ടാവും പക്ഷെ അമ്പുണ്ടാവില്ല. പക്ഷെ അവിടെ ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു നമുക്ക് തരികയ്ക്കും, സൂചന തരികയ്ക്കും. നാഷണൽ ഹൈവേ 25 ഒന്നും പറയാനില്ല. സൂപ്പർ പൊക്കളാച്ചി റോഡ് പറപ്പിച്ച് വിടാൻ നമുക്ക്. നമ്മളതിനെ 25 വിട പറഞ്ഞ് 25 അങ്ങനെ ബാർമർ വഴി പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകും. ഞങ്ങളിതാ ജോധ്പൂർ സിറ്റി കൂടെ നേരെ മെഹ്റംഗ്ര ഫോർട്ട്. മെഹ്റംഗ്ര ഫോർട്ട് പോയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ജസ്വന്ത് താട പോകണം. അത് താജ്മഹൽ ഓഫ് മർവാർ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. മെഹ്റംഗ്ര ഫോർട്ടിക്ക് പോകുന്ന റോഡിൽ ടൗൺ ഏരിയക്ക് എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മളെ കുറേ വട്ടം മിലിറ്ററി ക്യാമ്പ് തന്നെ കൊണ്ടുപോയി 2 വട്ടം. ആദ്യൊരു വട്ടം പാളി, മിലിറ്ററിക്കാരൻ പറഞ്ഞ് നിങ്ങൾ ടൗണിൽ പോയി സിവിൽ റോഡിന് പോകണം. പിന്നെ ഗൂഗിൾ മാപ്പ് പിന്നെ ഒന്നുകൂടി കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ കറങ്ങി ഇവിടെ ഫുള്ള് മിലിറ്ററി ക്യാമ്പാണ്. ഫുള്ള് നമുക്ക് ഡ്രോണൊന്നും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഡ്രോണില്ല. ഒരാളൊക്കെ പണിക്ക് വണ്ടി കുറേ ആൾക്കാർ കയറി പോകണം, കഷ്ടപ്പെടുന്ന ആൾക്കാർ. വെയിൽ കുറവാട്ടോ ഇവിടെ. ഇത് ഡിഫൻസിന്റെ മിനിസ്ട്രി, ഇത് ആ മന്ത്രാലയം തോന്നുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അങ്ങനെ ഇനി എത്ര കിലോമീറ്റർ ആള്? 5 കിലോമീറ്റർ. നല്ല കാറ്റുണ്ട് പുറത്ത്, മഴ പെയ്യാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു പഴയൊരു ചുവയുണ്ട്. പിന്നെ അധിക ബിൽഡിങ്ങും റെഡ് സാൻഡ് സ്റ്റോണോണ് ഉണ്ടാക്കി, പഴയ ബിൽഡിങ്ങുകളൊക്കെ. അതാല്ലേ ഫോർട്ട്, അതാക്കണം ഫോർട്ട് ഗൈസ്. യെസ്, നീല കളർ കാണാൻ തുടങ്ങി. ഇങ്ങനെ ചെറുങ്ങനെ നീല ടാങ്ക് ഉണ്ട്.
പറയാൻ അത്ര നീലല്ലേ, ഇനി ഏതോ വേറെ ഭാഗത്തേക്കല്ല. ഒരു അത്ഭുതം തന്നെ. ഈ പരന്നെടുക്കുന്ന ഒരു കല്ലിന്റെ മലയാണ്. ഇതിന്റെ മേലെയാണ്, ആ ഭാഗത്താണ് ഫോർട്ട് ഉണ്ടാക്കിയത്. എന്തായാലും പോയി നോക്കുക ഗൈസ്. ഇപ്പോഴാണ് നമ്മൾ മെയിൻ റോഡ് മേലെ എത്തിയത്, ഫോർട്ടിലേക്കുള്ള. നല്ല അടിപൊളി റോഡില്ലേ. നിങ്ങൾ ബ്ലൂ കാണുന്നുണ്ടോ ഗൈസ്? ഷീറ്റൊക്കെ ബ്ലൂ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ബ്ലൂ ഷീറ്റല്ലേ? അയ്യോ അതെന്താ കാണാടാ? ഉമേദ് ഭവൻ പാലസ് ആണോ കാണണേ? അവിടെയൊക്കെ ദൂരെ കാണണേ? ചിലപ്പോൾ അതായിരിക്കും ഉമേദ് ഭവൻ പാലസ്. നമുക്ക് പോയി നോക്കാം. അതാ ആ ലെഫ്റ്റ് പോകും, ഒരു കൊട്ടാരം. നീല, നമ്മളെക്കാട്ടിലും കൂടുതൽ നീലുണ്ട് ഇവിടെ. ഞാനിവിടെ ആൾക്കാർ നീല ഈ വാക്കുണ്ട് കേട്ടോ. നീലമുണ്ട്. അവിടെ ഒരു ആരോന്നിന്റെ പ്രതിമ കാണുന്നുണ്ട്. കുതിരമേൽ നിന്ന് പട നയിക്കുന്ന ഒരു പ്രതിമ കാണാം. ആരുതാന്ന് അറിയില്ല. വണ്ടി എവിടെ വരെ പോകുന്ന അറിയില്ല. നമ്മളതിൽ പോയി നോക്കാം. ഇവിടെയാണോ പാർക്കിങ്? ഇതൊക്കെ ഇവിടെ ആയിരിക്കും മിക്കവാറും. ഇവിടുത്തെ ലൊക്കേഷൻ എത്തിയോ? ഇല്ല, പോണില്ലേ? പോയി നോക്കാം. എന്താലേ രസം. ഒരു കല്ലിൻ്റെ ഒരു കുളം. അവിടെ ഒരു കുളം ഉണ്ട്. ഒരു ഈ മരുഭൂമിയിൽ മലൻ്റെ മേത്തിലൊരു കുളം, നല്ല വെള്ളവും. ദിസ് ഈസ് ദ പാർക്കിംഗ് പ്ലേസ് ഐ തിങ്ക് അല്ലേ? ഇതിലേക്കാണ്. അവിടെ പോയിക്കളാനാ? പറഞ്ഞോ? അപ്പൊ അവിടെ കുറെ ആൾക്കാർ നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി ഏരിയയിലെ. അങ്ങോട്ടൊക്കെ വലിയൊരു സംഭവം തന്നെ. അതേപോലെ പണികൾ നടക്കുന്നുണ്ട്. പണികൾ എടുക്കുന്നൊക്കെ ഫോർട്ടിന്റെ അതേ നിറത്തിലുള്ള കമ്പിയും കല്ലൊക്കെ ഉപയോഗിച്ചാണ് ഗൈസ്. റൂട്ടാണ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. പോവാ ഗൈസ്. ബെൻസാ ഇവിടാണ് പാർക്കിംഗ് ഗൈസ്. എൻട്രി കഴിഞ്ഞോ? സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ ആയിരിക്കില്ലേ പാർക്കിങ്? ഇവിടെ തന്നെ ഇവിടെ ആയിരിക്കും പാർക്കിങ്. അവിടെ നോക്കി പോലീസുകാരെടുത്ത എന്താ പറയാ? ചോദിച്ചു നോക്കാം. ഞാൻ ഇറങ്ങി ചോദിച്ചു നോക്കാം. പാർക്കിംഗ് സെക്യൂരിറ്റിമാരല്ലേ? पार्किंग नीचे ഗൈസ്. സ്വന്തം വണ്ടിയായിട്ട് വരുന്നവര് മേലോട്ട് കയറ്റണ്ട. താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ നിർത്തുക. അവിടെ നമ്മളോട് അതെ പണി കിട്ടും. നമ്മൾ തിരിച്ച് പിന്നെ താഴോട്ട് പോകും. പ്രശ്നമല്ല. ഒരു 5 മിനിറ്റ് ഇല്ല, പാർക്കിംഗ് അല്ലല്ലോ, സ്റ്റാഫ് കഫറ്റീരിയ. ഇതിനുള്ള വീഡിയോസ് കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടാവും. ഇതിനുള്ളിൽ സെൽഫി സ്റ്റിക്ക് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. നമ്മളെ എന്താ സാധനം, എന്തെന്തേലും ഇതിന്റെ പേരിടോ? നമ്മളെ ട്രൈപോഡൊന്നും കൊണ്ടായില്ല. ഫോൺ ഇവിടെ വെക്കുക. പാർക്കിംഗ് ഇവിടെ. അതിലെങ്ങനെ റാവോ ജോത, അതായത് ഫോട്ടോ ഉണ്ടാക്കിയ ആളുടെ പേരാണ് റാവോ ജോത. സ്ഥിരം വരണോരാ ഇവിടെ ടൂറിസ്റ്റ് അസിസ്റ്റന്റ് ഫോഴ്സ്. പാർക്കിംഗ് ഫീസ് ഉണ്ട് ഗൈസ്. വെസ്റ്റ് ബംഗാളോ? ഓ, കൊൽക്കത്തയിൽ നിന്ന് വരികയാണ് ഗൈസ്. ചൂട് കുറവുണ്ടല്ലോ ഇവിടെ. മലിന്റെ മെത്തലേറ്റ് ആയിരിക്കും. എന്താ മെഹ്റൻഗ്ര ഫോർട്ട് നമ്മളെത്തി. അറൈവിങ് അറ്റ് മെഹ്റൻഗ്ര ഫോർട്ട്. 15ാം നൂറ്റാണ്ടിലാണ് ജോധ്പൂർ നഗരം നിർമ്മിക്കപ്പെടുന്നത്. റാത്തോർ രാജവംശത്തിലെ റാവജോത എന്നറിയപ്പെടുന്ന രാജാവാണ് 15ാം നൂറ്റാണ്ടിൽ
ജോധ്പൂർ നഗരം ഉണ്ടാക്കുന്നതും മാൻഡോറിൽ നിന്ന് റാത്തോർ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ ജോധ്പൂരിലേക്ക് മാറ്റുന്നതൊക്കെ. അതിനുശേഷമാണ് മെഹ്റാൻഗ്രാ ഫോർട്ടൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതും. മർവാർ എന്ന് പറയപ്പെടുന്നൊരു ശക്തമായ രാജ്യം തന്നെ അവർ പിന്നീട് ജോധ്പൂരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിൽ നമുക്ക് മെഹ്റാൻഗ്രാ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ ഞങ്ങളിപ്പറ പോരി. പഴയകാലത്ത് ഇന്ത്യയിലെ പല വാണിജ്യ റൂട്ടുകളുടെയും ഒരു ഹബ്ബായിരുന്നു ജോധ്പൂർ എന്നറിയപ്പെടുന്നത്. ഈ റാത്തോർ രാജവംശം മർവാർ രാജ്യം ആയി മാറ്റിയതിൻ്റെ ശേഷം രാജ്പുത്ത് രാജവംശമായിട്ട് പല സമയങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടാവുകയും പിന്നീട് മുഗൾ രാജഭരണത്തിൻ്റെ മുഗളന്മാരുടെ കീഴിൽ അവർ രാജ്യം ഭരിക്കുകയും ചെയ്തു. നമ്മൾ ഫോർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെ അന്നുള്ള ഫോട്ടോസാണോ പിന്നെ ചെയ്തതാണോ എന്ന് അറിയില്ല. ഇതാണ് ഇതിലേക്ക് കയറുന്ന ഫോർട്ടിലേക്ക് കയറുന്ന എൻട്രി. ഇവിടെ മേലൊരു കപ്പി പോലൊരു സാധനം എന്തോ താഴ്ന്ന് മേലേക്ക് പൊക്കാൻ ഉപയോഗിച്ചാന്ന് തോന്നുന്നു അന്ന്. അത് നമ്മൾ കയറട്ടെ. ഈ മെഹ്റാൻഗ്രാ ഫോർട്ട് നിർമ്മിച്ചത് ജോധ്പൂർ നഗരം നിർമ്മിച്ച റാവോജോധ എന്നറിയപ്പെടുന്ന രാജാവ് തന്നെ 15-ാം നൂറ്റാണ്ടിലാണ് മാൻഡോറിന് ജോധ്പൂരിലേക്ക് തലസ്ഥാന നഗരി മാറ്റിയപ്പോൾ നിർമ്മിച്ചതാണ് മെഹ്റാൻഗ്രാ ഫോർട്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ടുകളിലൊന്നാണിത്. നമുക്ക് ഹൈറ്റ് മനസ്സിലാവും. നമ്മൾ വേറെ ഏതോ ഫോർട്ടിലൊക്കെ പോയിക്കണമെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ഒറ്റ നേരെ ഹൈറ്റിൽ പൊക്കിയതാണ്. നേരത്തെ പറഞ്ഞ കപ്പിയാണത് കേട്ടോ. ആ കപ്പി കൊണ്ട് എന്തെങ്കിലും ചെയ്തെന്ന് മേലെന്ന് ഗേറ്റ് പൊക്കാനുള്ള അങ്ങനെയൊക്കെയല്ലോ. എന്നാലും അടിപൊളി. ഇതന്ന് വെള്ളം എന്നിട്ടാണ് മെഹ്റാൻഗ്രാ ഫോർട്ടിൻ്റെ ചെറിയൊരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെവിടാണെന്ന് നമ്മൾ മനസ്സിലാവുന്നൊന്നുമില്ല. अभी किधर है? अभी हाँ एंट्रेंस है। हाँ अब इधर ओ ये भी इधर है. ये इधर आके ये गेट पार कर लिया। अब इधर इस वक्त ये ना ये सामने देखो। ओ ये गेट है ये वाला ओ गेट गेट है। है. ये देखो उधर हाँ वो देखो हाँ ओके ओके वो यहाँ पे हाँ यहाँ पे अभी यहाँ पे നമ്മൾ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കയറി വന്ന് ഇതിലെ വന്ന് കാറ് പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്നാണ് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായത്. അത് കയറി വന്ന് നമ്മൾ ഇപ്പോൾ കയറി വന്ന ഈ എൻട്രൻസ് ആണ് ഇതിൽ കാണുന്ന ഈ എൻട്രൻസ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഈ വലിയ ആ ബിൽഡിംഗ് ആണ് നമ്മൾ പറഞ്ഞ വലിയ ഇപ്പോൾ ബിൽഡിംഗ് ആണ് നമ്മൾ പറഞ്ഞ ഇതാണ് കാണുന്നതാണ്. ഈ വലിയ ബിൽഡിംഗ് ആണ് ഇത്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് നമുക്കിനി അങ്ങോട്ട് കാണാനുള്ളത്. വലിയ മാളികകൾ പോലെ ജനലൊക്കെ. എന്താല്ലേ നമ്മൾ ഗൈസ് ഇപ്പോഴാണ് ടിക്കറ്റ് എടുക്കാനുള്ള ഓർമ്മ വന്നേ. ഇവിടെ ടിക്കറ്റ് എടുക്കാണ്ട് പോയി ടിക്കറ്റ് എടുക്കാം. ഇവിടെ നമുക്ക് ട്രൈപോഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇളക്കുണ്ട് ചെറിയ. ടിക്കറ്റ് എത്ര നോക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ രാജസ്ഥാനിൽ ചൂടാണ്, പൊള്ളും. ഇവിടെ ചൂടുമാണ്. പിന്നെ ഇടയിൽ കയറണ തൊട്ടാ പൊള്ളും. ഇവിടെ രാജസ്ഥാനിൽ എല്ലായിടത്തും പൊതുവെ നല്ല ടിക്കറ്റാണ്. തുടങ്ങി 200 മേലാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് 200. ടിക്കറ്റ് അടിച്ചില്ലേ? ടിക്കറ്റ് കാണിച്ചു കൊടുക്ക് ഷൻ. ഒരാൾക്ക് 200 600. ആ 3 ആൾക്ക് 600. GST ഉണ്ടായില്ലേ? പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻ ആണ്. വെൽ മെയിൻറ്റൈൻഡ് പറഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എന്തായാലും ആള് പോട്ടെ. യുനെസ്കോൻ്റെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോർ കൾച്ചർ ഹെറിറ്റേജ് കൺസർവേഷൻ. ഇതിങ്ങനെ കൊണ്ടെടുക്കുന്നില്ല, വൃത്തി കൊണ്ടെടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കിട്ടുന്നുണ്ട്. ഇവിടെ കൗണ്ടറുണ്ട്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു മരമുണ്ട്. ആദ്യമായിട്ടാണ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു മരം കാണുന്നത്. പോയോട്ടെ. ഖാരാജാൽ ഓർ പീലോ ഇൻ ദിസ് പാർട്ട് ഓഫ് ദിസ് ഡെസേർട്ട് ട്രീ വിത്ത് നമ്മളെ മിസ്വാക്ക് ദ ടൂത്ത് ബ്രഷ് ട്രീ.
അതായത് നമ്മൾ പല്ലേക്കിടെ മിസ്വാക്കില്ല, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കുടുംബക്കാർ കൊണ്ടുവരണ ആ സാധനം അതാ മിസ്വാക്ക്. ആൻറ്റി ബാക്ടീരിയൽ ആണ്, പ്രോപ്പർട്ടീസ് ദാറ്റ് സ്ട്രെങ്തൻ ദി ഗംസ് ആൻഡ് പ്രിവെൻറ്റ് ടൂത്ത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മിസ്വാക്കിൻ്റെ മരം കണ്ടതാ. ഇവന്നിങ്ങനെ ആരോ മുറിച്ചെടുക്കേണ്ടതാ, മുറിച്ച് അടയാളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മിസ്വാക്ക് കേട്ടോ. മിസ്വാക്കിന് മരം ബന്ധം പറ്റും. നമ്മൾ ഇന്നലെ പറഞ്ഞു യാമർ ഫോർട്ട് പോയാലോ, വെള്ളം നമ്മൾ കൈ കരുതണം. അതാ മൂപ്പരൊക്കെ അത് വെള്ളം തൊക്കിൽ വെച്ച് കൊണ്ടെടുക്കണം. 60 ഉറുപ്പ്യൻ്റെ വെള്ളം അവിടെ അല്ല, ഇവിടെ വെക്കുള്ളൂ, വേറെ എവിടെയും കൊടുക്കില്ല. അത് ഹോട്ടലൊക്കെ ഉള്ള വെള്ളം, ഹിമാലയത്തിൽ വരുന്ന സ്പ്രിംഗ് വാട്ടർ ആണ്. സ്പ്രിംഗ് വാട്ടർ ബിസ്ലേരി ആയതായാലും വെള്ളം ഒഴിക്കുമ്പോൾ കുപ്പിയെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നമ്മളെ ലക്ഷ്യം മാറിപ്പോണേ. നമ്മൾ പലപ്പോഴും കാഴ്ചകൾ കാണട്ടെ. പണ്ടത്തെ വാതിലാണ്, ആടെ ഉണ്ടായ വാതിലേനു, അവിടുന്ന് പൊട്ടി വീണേരോ ഒരു ഇവിടേക്ക് ഇപ്പോൾ മാറ്റി വെച്ചാ വലിയ വാതിൽ. അന്ന് ഇത് ഫുള്ളായിട്ട് തുറക്കാണ്, ഇത് തുറന്നിട്ട് ഇതിനുള്ളിൽ കൂടി കുഞ്ഞു പോകും. നല്ലൊരു നമ്മൾ ആദ്യത്തെ ഗേറ്റ് കടന്നു വന്നാൽ നമുക്ക് വേറൊരു ഗേറ്റ് കാണാൻ പറ്റും. ഇതിന് ആദ്യം ഇവിടെ ഉണ്ടായതിന് ഒരു ഗേറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾ കുറേ ചെറിയ ചെറിയ കുഴികൾ കാണുന്നില്ലേ, അവിടെ മാർക്ക് ചെയ്ത് വെച്ചാണ്. ഇതാ ഒരു മാർക്ക് ചെയ്ത് വെച്ച കുഴി, പിന്നെ അതാ അവിടെ അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട് കുഴികൾ. ഇത് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൽ ഈ പീരങ്കി കാനോൺസ് വന്നിട്ട് പീരങ്കി ഉണ്ട പതിച്ചിട്ടുണ്ടായ സ്ഥലം. എവിടെ പോയാലും ഇങ്ങനത്തെ പാട്ടുകാർ കാണാം. നമ്മൾ മനോഹരമായ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ജോധ്പൂർ ഇത് അവിടെ നിന്ന് കാണാൻ പോവാണ്. കുറേ ബിൽഡിങ്ങുകൾ ബ്ലൂ ആണ്, അതിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പകുതിയിലധികവും പുതിയ ബിൽഡിങ് പെയിൻ്റൊക്കെ അടിച്ച്. ഇത് കുറേ കാണാനുണ്ട്, ഇത് ഒരുപാടുണ്ട്. ഇതൊന്നും കണ്ടുതരൂല, ഇതൊരു ദിവസം മൊത്തമാണ് കാണണമെങ്കിൽ. താഴെ നിന്ന് ഇങ്ങനെ കയറി വന്ന് അവിടെയാണ് സിറ്റി. ആ സിറ്റിയൊക്കെ അന്ന് ആ യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ടാവും, ജയ്പൂർ രാജാവ്. പിന്നെ ഇവിടേക്കൊന്നും അവർക്ക് കയറാൻ പറ്റില്ല, ഇവിടെ ഒന്നും കേടുപാടുകളാണ്. പിന്നെ അടുത്ത ഗേറ്റ് അത് ഇപ്പോൾ മൂന്നാമത്തെ വലിയ ഗേറ്റ് തുറക്കണം എന്തൊരു പണിയില്ലേ. ഓ ഭയങ്കര ഹൈറ്റ്. വാ നമ്മൾ ലേറ്റായി പോയിന്. നമുക്ക് ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണം, അത് എത്രയും പെട്ടെന്ന് രാജസ്ഥാൻ കണ്ടുതീർക്കണം. ഭയങ്കര ചൂടാണ്, എല്ലാ സ്ഥലത്തും പോയി വേണം പക്ഷേ ചൂടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യൻ്റെ പല ഓഫീസുകളും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്മിറ്റികളൊക്കെ ഓഫീസുകളൊക്കെ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനാ വെച്ചാൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലേ പണി ചെയ്യും. അറ്റാക്ക് ചെയ്ത് വരുന്നവർക്ക് ഉണ്ടൊക്കെ അമ്പും വില്ലൊക്കെ നല്ല സ്പീഡിൽ പോവും. ഒരു കയറി വരാനൊക്കെ പണി ചെയ്യും. കല്ലും മറ്റേ കരിയോയിലൊക്കെ ആയിട്ട് ഒരു ടാറൊക്കെ ഉരുക്കി ഇടും. അതിമനോഹരം അല്ലേ, നമ്മൾ കണ്ടതിലൊരു വെറൈറ്റി സാധനം അല്ലേ, സൂപ്പർ സാധനം. അതെ, ഇത് തീരൂല, ഇന്ന് തീരൂല, ഞങ്ങൾ പറ്റണത്തോളം പോകും. അല്ലോ അതാ അപ്പോൾ അവിടെ കുറേ ആൾക്കാരെ കണ്ടോ, ആൾക്കാരിപ്പോൾ നോക്കിക്കണം ഇങ്ങോട്ട് വരുന്നവരെ വിസിറ്റേഴ്സ്. അന്ന് ആ കാലത്ത് രാജ്ഞിമാരും റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സൊക്കെ പരിപാടികളും എല്ലാം നോക്കുന്ന ഇതിലേക്കും അവിടുന്ന് നോക്കിങ്ങോട്ട് കാണും. നമ്മളെ ജോധ്പൂർ സിറ്റിയും ഈ ഫോട്ടൊക്കെ ഉണ്ടാക്കിയ മെഹ്റങ്ക ഫോട്ടൊക്കെ ഉണ്ടാക്കിയ റാവോ ജോദാജീസ് ഫൽസ. ഫൽസ എന്താ ഷാനെ, ഫൽസ എന്താ? ഫൽസ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് ഫൽസ എന്നുള്ളത്. 1459 ഇതുണ്ടാക്കുന്ന ഈ ഫോർട്ട്. ഫലകം എന്നിട്ടാണോ ഓർമ്മക്ക് എന്നിട്ടാണോ അറിയില്ല, ഒന്നും അറിയില്ല ഏതായാലും. അപ്പോൾ മൂപ്പരാണിത് ഈ ജോധ്പൂർ സിറ്റി കണ്ടുപിടിച്ചതും 15-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുന്നതും. മാൻഡോറിന് തലസ്ഥാന നഗരി റാത്തോർ രാജവംശത്തിൻ്റെ തലസ്ഥാന നഗരി ഇങ്ങോട്ട് മാറ്റി അത് മർവാർ രാജവംശം എന്നും പേര് മാറ്റുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഫൽസ എന്താണെന്ന് അറിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ എന്താ വെച്ചാൽ ഈ കോട്ടൻ്റെ മതിലുകൾ, അവിടെയൊക്കെ പാറാവുകാരുണ്ടാവും. ഓരോ ഓട്ടയിൽ കൂടിയും തോക്ക് ചൂണ്ടിയും അമ്പും വില്ലും ചൂണ്ടിയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഉള്ളിലേക്കുള്ള വഴിയാണെന്നുണ്ട്. അന്ന് അവിടെ ചെറിയൊരു വഴിയുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി വളഞ്ഞ കോണി ഉണ്ടാവും കയറിപ്പോവാൻ. ഏതായാലും അത്ഭുതം തന്നെ, രക്ഷയില്ലാത്ത നിർമ്മിതി. ഇവിടെയൊക്കെ നോക്കിയാൽ എന്താ എൻജിനീയറിങ്. ഒരു തൂണാണ്, അവിടെ ഒരു ചെറിയ കിളിവാതിൽ, പിന്നൊരു റൂമിൻ്റെ ബാൽക്കണി, പിന്നെ ഒരു വാച്ച് ടവർ. ഇങ്ങനെ കുറേ വളവുകളും നേരലൊക്കെ ആയിട്ട് അങ്ങനെ പോകാം.
വന്നതിൻ്റെ ശേഷം എത്രാമത്തെ ഗേറ്റാ അത്? 2 ഇത് എത്രാമത്തെ ഗേറ്റാ? 4ാമത്തെ അല്ലേ? ഇതിപ്പോൾ 4ാമത്തെ ഗേറ്റാണ്. ഇമലൊക്കെ മുള്ള് ഇമലന്ന് ഭയങ്കര മുള്ളുകളുണ്ട്. അന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ എത്ര ഹൈറ്റിലാണല്ലോ മുള്ള്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഒഴിവാക്കിയതാ? അല്ല, ആണോ? അവിടെ അടയാളല്ലോ. ഒഴിവാക്കിയതാ അല്ലേ? മുറിച്ച് ഒഴിവാക്കിയ. അപ്പോൾ ഇതിന്മേൽ ഇതുപോലുള്ള മുള്ളുകൾ ഉണ്ടാവും. ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ നേരിട്ട് ടൈമൊക്കെ പണ്ട് ഗേറ്റൊക്കെ തുറക്കൽ വലിയൊരു ഇതുണ്ട്. മറ്റേന്ത് വലിയ മരല്ലേ, ഒറ്റത്തടി മരം. അതിമേലെ മുമ്പിൽ ഇരുമ്പ് വെച്ചിട്ട് കുറേ ആൾക്കാർ കൂടി തള്ളു ചെയ്യുക, മുട്ടുക. അപ്പോൾ ഇതുപോലെ കൊള്ളുമ്പോൾ അത് കീറിപ്പോവും. അതെന്താടോ പ്രാവാ? എന്താ കൂടാ? ചെതൽ കൂടാ? ഓ പാൽക്കൂടാടോ? എന്താ? ഇതുപോലുള്ള ഒരു 1, 2, 3 നിലയുള്ള ഒരു സാധനം. ഒന്നിവിടെ, അവിടെ ചെറിയൊന്ന്, അതിങ്ങനെ നീണ്ടതാ. ഇവിടെ ആകുമ്പോൾ 2 നില, അവിടെയൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയുണ്ട് നോക്കിയാൽ. ഓരോ ബാൽക്കണിയും ജനലുകളും മാളികകളും ഒക്കെ നിറഞ്ഞു കിടക്കും. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. 200 റുപ്യ ടിക്കറ്റ്. മ്യൂസിയം പോയാൽ നമുക്ക് കാണാൻ താല്പര്യമില്ല, നല്ല പൈസ. ഇവിടെ തൊട്ടാ പൊള്ളും, ചൂടുമാണ്, എല്ലാത്തിനും നല്ല റേറ്റും. ഇവിടെ മൊത്തം ഒന്ന് കണ്ടിറങ്ങണേ ഒരാൾക്ക് 2000-2500 റുപ്യ വേണ്ടി വരും. ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ഡിസ്പെൻസറി ഒക്കെ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ബെഡ് ഉണ്ട്. നമ്മൾ താഴെ 4ാമത്തെ ഗേറ്റ് കടന്ന് ഇങ്ങനെ ഇത് കണ്ട് കയറി വരുമ്പോൾ ഒരു കയറ്റം കൊണ്ട് കയറി വന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ. അന്നിവിടെ ഗാർഡൻ ആയിരിക്കാം. ഇന്നിപ്പോൾ ഇതാ കുറച്ച് മരങ്ങളും ഇവിടെ ഇതായിട്ടുള്ളത്. നമ്മളെ അറാക്കിൻ്റെ ടൂത്ത് ബ്രഷ് ട്രീ. അവിടെ കുറേ വലിയ പാത്രം കമത്തിച്ച്. അന്ന് വലിയ പട്ടാൾക്കാർ കഞ്ഞി ഉണ്ടാക്കിയ പാത്രമായിരിക്കും, വലിയ ഇരുമ്പിൻ്റെ. അപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാ, ചെരിച്ച് വെച്ചാ. സൗണ്ട് ഉണ്ട്. നല്ല മണം, നമ്മൾ അറാക്കിൻ്റെ നല്ല മണം. ഇവിടുന്ന് ഇത് താഴോട്ടായിട്ട് മുറിച്ചതുമായിരിക്കും. പിന്നെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ മുറിച്ച്, നേരം മുറിച്ചെടുത്തെന്ന് അറിയില്ല. നല്ല മണമുണ്ട് നമ്മൾ അറാക്കിൻ്റെ. എന്താ മണം. ഈ മരത്തിൻ്റെ ഉള്ളിലൊരാളതാ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടിട്ടാണ്. ഇതാണ് ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എത്ര നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത്, ഇത് എത്ര വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ടും ആൾക്കാരവിടെ കുപ്പി കൊണ്ടിടാം. സസ്റ്റൈനബിൾ ടൂറിസം പഠിക്കാത്ത ആൾക്കാർ ഇവിടെ നിറച്ചുണ്ട്. ഇവിടെ ഉള്ളൊക്കെ ഇതാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ താഴെ ഫസ്റ്റ് ഗേറ്റ് നമ്മൾ കാണിച്ചിരുന്നില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊരു വലിയ ഹൈറ്റുള്ള സാധനം, അതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നേരെ ഇപ്പുറത്ത് നമ്മളൊരു വെള്ളം കോരാനോ എന്തോ ഫുഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അന്ന് പൊക്കാനൊക്കെ പറഞ്ഞതിന് ആ സാധനമാണ് കാണുന്നത്. ആ കൊടി എനിക്ക് തോന്നുന്നത് അന്നത്തെ റാത്തോ രാജവംശത്തിൻ്റെ കൊടിയാണോ എന്ന് സംശയമുണ്ട്, അറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം, അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടും. ഇത് കുറേ ഉണ്ട്, ഇതൊരുപാടുണ്ട്. അപ്പോൾ ഏതായാലും ഏകദേശം 5 മണിയാണ് ഇവിടെ. 5 മണി വരെ എൻട്രി ഉള്ളൂ. മേലെത്തി. ലാസ്റ്റ് നമ്മളങ്ങോട്ട് പോവാം. ഇതിൽ എൻട്രി ഇല്ലേ? അപ്പുറത്തെ കോണീൻ്റെ എല്ലാം തോന്നുന്നുണ്ട്. ഇതിൽ പോയി നോക്കാം. നമ്മൾ ടോപ്പിലെത്തി ഗൈസ്. അയ്യോ, ഇവിടെ എങ്ങനെ ഒരാൾ വരും? ഏതെങ്കിലും അവിടെ ഫുൾ പീരങ്കിയാണ്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് അറ്റാക്കിങ്ങിൻ്റെ ഏരിയ. ഫുൾ പീരങ്കികൾ, മൂവ് ചെയ്യാൻ പറ്റിയ പീരങ്കി ഉണ്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ള പീരങ്കി ഉണ്ട്. അവിടെ ആ തൽക്കാലം അതാ വലിയൊരു പീരങ്കി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് ചെറുതാണ്, അവിടെ ഒക്കെ സ്റ്റാറ്റിക്, അവിടെ വെച്ചതാണ്. ഇതൊക്കെ മൂവ് ചെയ്യാൻ പറ്റി, ഒന്നും സംഭവിച്ചില്ലല്ലോ. നോക്കിയാൽ കുറച്ച് സ്ക്രൂ ഒക്കെ ആണിയൊക്കെ വിട്ടുന്നല്ലാണ്ട്. ഇനി ആലോചിച്ച് നോക്കുക, ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആട്ടോക്ക് ഉമേദ് ഭവൻ പാലസ് ആണോ? ഇവിടെ ഒരു പാലസ് ഉണ്ട്, അടിപൊളി 5 സ്റ്റാർ ഹോട്ടലറ്റാ. ഇനി ഗൂഗിളിൽ അടിച്ചു നോക്കുക, അതാണ് ഉമേദ് ഭവൻ പാലസ്. ഏതായാലും അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് കോട്ടൻ്റെ ഒരു അതിർത്തിയാണ്. അതിലങ്ങനെ അവിടെ എങ്ങനെയാണ് അതിർത്തി, കോട്ടൻ്റെ അതിർത്തി. അങ്ങനെ പോയി അപ്പുറത്തൂടെ ഉണ്ട്, കുറേ ഉണ്ട്. ഇത് വലിയൊരു ഫോർട്ടാണ്. ഇത് അത്യാവശ്യം വലിയൊരു പീരങ്കിയാണ് ഇവിടെ ഉള്ളത്. അന്ന് അറ്റാക്ക് ചെയ്ത് നേരെ താഴെയാണ്, ഇതിൻ്റെ നേരെ താഴത്തെ, ഇവിടെ താഴത്താണ് നമ്മളെ ഫസ്റ്റ് ഗേറ്റ് ഉണ്ട്. നമ്മൾ അറ്റാക്ക് ചെയ്ത കഥ പറഞ്ഞില്ലേ. അപ്പോൾ അന്ന്
ഓല് എതിർ ശത്രുക്കളെ അറ്റാക്ക് ചെയ്തേരം ഈ പീരങ്കി കൊണ്ടായിരിക്കും ഓല് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഇതാ ഇങ്ങനെന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ചാവ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. വുമൺ ഡിസേബിൾഡ് ചിൽഡ്രൻ. എന്തായാലും ഇവിടെ നിറയെ പീരങ്കിയാണ്, വലിയ പീരങ്കി ഉണ്ട്. മെഹ്റങ്ക ഫോർട്ടിൻ്റെ മേലെ നിന്നതാ നോക്കിയാൽ നമുക്ക് ഉമൈദ് ഭവൻ പാലസ് കാണാൻ പറ്റും. വേണ്ടില്ലേ ഗൈസ് ഇറങ്ങാണ്. 200 റുപ്യക്ക് ശരിക്കും 200 റുപ്യക്ക് വാങ്ങല്ലേ, നല്ല ക്ലീനാണ്. പക്ഷേ ഫുള്ള് ഉണ്ടാക്കണോ, കാണാൻ സമ്മതിക്കണം. ഫുള്ള് കാണാൻ കൊടുക്കും, ഫുള്ള് കാണാൻ വയ്യേണ്ടീനും. അടിപൊളിയാണ് കാണാൻ, മുതലായി. ഇത് ശരിക്കും ഇപ്പം നമ്മൾ കയറി ഒരു 30 റുപ്യ 50 റുപ്യ കാണാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഫുള്ള് കാണിച്ചു തരാണെങ്കിൽ 200 റുപ്യ നമുക്ക് മുതലാവേ. ഏതായാലും ഇറങ്ങട്ടെ, നല്ല ക്ഷീണം. ഞങ്ങളെ മൊത്തം നോക്കിയാൽ അതായത് നല്ല അടിപൊളിയാണ്. ആ പാലസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ആ വെള്ളം വരണടാ ആക്കാം. എന്താ ചെമ്പട്ടി മഞ്ചിൽമേലെ അയിമലൊക്കെ ചെമ്പട്ടി ചെറിയ ചെറിയ ഓട്ടകളുണ്ടോ, നമ്മൾ കാണുമോ? ചിലപ്പോൾ കാണാതില്ലേ. പാരപ്പറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. ഒറ്റ കഷ്ണം 2 കഷ്ണം അല്ലേ, 2 കഷ്ണം നല്ല കറക്റ്റ് വളവിൽ. എന്തോ ഒരു കൊത്തുപണികളൊക്കെയാ താഴെ മുതൽ മേലെ വരെ. ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ഫുള്ള് കൊത്തുപണികൾ, ഓരോ പാറ്റേൺ. ഇവിടെ ഒരു പാറ്റേൺ, ഇവിടെ വേറൊരു പാറ്റേൺ, ഇത് വേറൊരു പാറ്റേൺ. ആ മേലെയൊക്കെ ഫുള്ള് എന്തോ ഒരു പണിയെടുത്ത്. എത്ര ആൾക്കാർ എത്ര വർഷത്തെ പ്രയത്നമായിരിക്കും ഇതവിടെയൊക്കെ. സംഭവ ബഹുലം തന്നെ. റാവോജോധ രാജാവ് ഇത് ഉണ്ടാക്കിയെങ്കിൽ പിന്നെ വന്ന ഓരോരുത്തരും ഇങ്ങനെ പണിക്കോലത്തിലാക്കി. എന്തായാലും ഒറ്റ ആളെ ഭരണകാലത്തൊന്നും ഇത്ര ഉണ്ടാക്കി തീർക്കാൻ കഴിയൂലല്ലേ, മാത്രം ഉണ്ടത്. പണിയുക തന്നെ. സെക്യൂരിറ്റി മാം നമ്മളെ പറത്തിച്ച് സമയം കഴിഞ്ഞെന്നാ പറയുന്നത്. എൻ്റെ ഉള്ളിൽ കൂടെ അതിലെ പോകാൻ പറ്റുമെന്നും തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് കയറേണ്ടി പണി പാളി. ഇനിയിപ്പോൾ കയറിയാൽ ഇവിടെ ഒരു സൈൻ ബോർഡൊന്നും ഇല്ല. നമ്മളവിടെ പോയി എന്നാലോ, മൂപ്പര് കാണില്ല. അല്ല ആ ആൾക്കാരതാ, അപ്പോൾ പോയി നോക്കാം. ആ കുറേ ആൾക്കാരുണ്ട്, ജസ്റ്റ് പോയി നോക്കിയാലോ. ഒരു നോക്കുന്നുണ്ടോ? സത്യം നമ്മൾ പൊട്ടവരാകില്ല. ഇപ്പോൾ നമ്മൾ ഈരാണ് 200 മുതലായി. സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് 200 താഴെ ടിക്കറ്റ് എടുത്ത് ഇത്ര കണ്ടാനല്ല കേട്ടോ. ഇനി കാണാൻ പോകാനാണ് 200 റുപ്യ ടിക്കറ്റ്. അല്ല ഇതിൻ്റെ ഉള്ളിലാകെ ടോട്ടൽ 300 റൂമുകളുണ്ട്. അപ്പോൾ സമയം കഴിയാൻ ഞങ്ങളിങ്ങനെ ചോദിച്ച്, ഞങ്ങൾ അവിടെ കണ്ട് കഴിഞ്ഞേരോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. സോറി സാർ. ആ ഓക്കെ ഒരു വേഗം കാണാൻ നമ്മൾ പറഞ്ഞേ. ഓ ഇതർ പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ നമ്മൾ താഴത്തെ ടിക്കറ്റ് ഇല്ല. നമ്മൾ വിചാരിച്ചത് മെയിൻ എൻട്രിക്കാണ് 200, പക്ഷേ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ അവിടെ പോയി കാണാം. അപ്പോൾ നമ്മളോട് ഒരാൾ വന്ന് ചോദിച്ചൊരു പോലീസാണ്, നല്ല പോലീസാണ്. നമ്മൾ ഇനി ടിക്കറ്റ് എടുത്ത് എന്തിനാ വെറുതെ കാണണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കോമഡി ഞങ്ങൾ പറഞ്ഞത് ഇവിടെയുള്ള റൂമുകളൊക്കെ പൂട്ടി തുടങ്ങിയിരിക്കണേ. നമ്മൾ ലേറ്റാണ്. മൂപ്പര് പറഞ്ഞത് ഞങ്ങൾ ഇനി എന്തിനാ 200 ടിക്കറ്റ് എടുക്കണേ, ഇനി സമയമില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ ഇനിയിപ്പോൾ നാളെ വരികയാണെങ്കിൽ മാറ്റി ഇനിയും ടിക്കറ്റ് മെയിൻ എൻട്രി 200 എടുക്കേണ്ടി വരും വെച്ച്. അപ്പോൾ ഇവർ നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ. ഞങ്ങൾ പറഞ്ഞേ മെയിൻ എൻട്രി 200 എടുത്തതാണ്. ഇവരെ നോക്കിയാലോ, എന്നാൽ ഇനി വേഗം പോയി കണ്ടോളിയാണ്. അതാ പൂട്ടി തുടങ്ങിക്കേ. ഓ 200 ഇപ്പം നഷ്ടമായി. ഞങ്ങൾ രാത്രിയാണോ ചോറ് നാളിലായിക്കണേ. ഓ മേലെത്തി. ഇവിടെ ഫുൾ ആൾക്കാരാട്ടോ. താഴെന്ന് കണ്ട് അതുപോലുള്ള മാളികകളതിന്. ഇത് ഇവിടുന്ന് ഉൾഭാഗം ഇങ്ങനെയാണ്, വലിയ രസമല്ല. ഇവിടെ നിന്നാണ് അന്ന് ആൾക്കാർ രാജ്ഞി റോയൽ ഫാമിലി പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവുക. പുറമെ നോക്കി അതുപോലെക്കും ഉൾഭാഗം ഇതാണ്. ഇനി ഏതായാലും അന്നത്തെ റാത്തോർ രാജവംശത്തിൻ്റെ ആയുധങ്ങളൊക്കെ പോയി കാണാൻ പറ്റും. പലതരത്തിലുള്ള ആയുധങ്ങൾ. ഇതാ മേക്കിംഗ് ഓഫ് സോഡ് വാളുണ്ടാക്കിയതും. ഇതാ റാത്തോർ ഫാമിലി എല്ലാ ഈ ഒരു ക്ലാനും അവരുടേതായ ഒരു സിമ്പൽ ഉണ്ടാവും. വാളിനും അമ്പിനും വില്ലിനൊക്കെ. ഇവരുടെ ഇത് അങ്ങനെയായിരുന്നു, പരിചയം എങ്ങനെയായിരുന്നു. വാള് ഏകദേശം എല്ലായിടത്തും ഇതേ മോഡലായിരുന്നു. ഓരോ പല മോഡലുള്ള തുൽവാർ, സോസൻ പട്ട, കാണ്ട, പിന്നെ പിടീൻ്റെ ഓരോ പാർട്സുകളൊക്കെ
ഓരോ പാർട്സ് എല്ലാം ഇവിടെ എഴുതി വെച്ച് നമ്മൾ സമയമല്ല, നമ്മൾ ലേറ്റ് ആയിപ്പോയി. അവിടെ നല്ല തോല് പോലുള്ള വെടി, അങ്ങനത്തെ വാളുകളാണ്. പിന്നെ ചെറിയ പരിചകൾ, പിന്നെ അന്നത്തെ പടയാങ്കികൾ, തലപ്പാവ്, ഇത് ആർമർ, ഇത് കൈമൽ വരുന്നത്, അത് കാലിന് വരുന്നത്, ഇത് കഴുത്തുകൂടി ഇടും, പുറവും മുൻഭാഗവും, ചെസ്റ്റ് ആർമർ. പിന്നെതാ പലതരത്തിലുള്ള ഇതാണ് കത്തി, പലതരം കത്തികളാണ്. ഇത് ചെറിയ തോക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പലതരം കത്തികൾ. ഇത് കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന പല ഐറ്റം കത്തികൾ. അതുണ്ട് അതിൻ്റെ തോക്കുതാ, എന്തൊരു നീളം നോക്കിയാൽ അങ്ങനെ നോക്കിയാലേ മനസ്സിലാവും. തോക്കുകൾ, പല രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. ഇതെന്തൊക്കെയല്ലോ, കത്തി, ചെറിയ തോക്ക്, മേട്ടി, ആണി, ചെറിയ തോക്ക്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് എങ്ങനത്തെ ആയുധങ്ങൾ കാണുന്നു. ഓരോന്നിനും പേരുണ്ട് കേട്ടതാ. പെഷ്കാപ്സ്, അഫ്ഗാൻ ചുര, കഞ്ചാറ്, ചിലാനും, ജാമ്പിയാദ, ഗൂജി, കത്താറ്. പിന്നെ കുന്തം, പല വലുപ്പത്തിലുള്ള കുന്തം, ചെറുതും വലുതായിട്ട് എത്രയോ കുന്തങ്ങളുണ്ട്. നമ്മൾ ജാവലിന് വേണേൽ ഉപയോഗിക്കപ്പെടുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഇനി കുറേ കവർ ചെയ്യാണ്ട് നമുക്ക്. ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താക്കാം, സിറ്റി മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ താഴെയുള്ള ഫൗണ്ടെയിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ താഴെ ഫൗണ്ടെയിനൊക്കെ കണ്ടാൽ പോകാം. ഫൗണ്ടെയിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സോ രാജാവിൻ്റെ റൂമാ ആയിരിക്കൂലേ? എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അതിമനോഹരമായ സൂപ്പർ പല വർക്ക്, പാക്കൊക്കെ ഉണ്ട്, മേലെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അന്നത്തെ രാജാവിൻ്റെ ഇരിപ്പിടം, ബെഡ്റൂം, രാജാവിൻ്റെ ബെഡ്റൂമാണോ ഉള്ളത്. ഇവിടെ ഒരാൾ പറയുന്നുണ്ട് മഹാരാജാവിൻ്റെ ബെഡ്റൂം അതിന്. എന്തോ ഒരു വലിയ ബെഡ്റൂമാക്കി, കട്ടിലും ചെറിയല്ലേ. ബെൽജിയം ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചാണ് അവിടെ ഉണ്ടാക്കിയെന്നൊക്കെ മൂപ്പര് പറഞ്ഞേക്കുന്നുണ്ട്. ഇതിൽ കയറാൻ പറ്റൂ, താമസം വരുന്നുണ്ട്. സോ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നോട്ടെ. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറേ ഇപ്പോഴത്തെ പെയിൻ്റ് അല്ലേ, ഇതൊക്കെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചാലേ. ഇവിടെ നിന്ന് കയറാൻ പറ്റൂല എന്നാണ് പറയുന്നത്. एक वीडियो, जस्ट ए वीडियो, एक स्मॉल वीडियो, एक मिनट. അയ്യോ, പിങ്ക് സിറ്റി. ഇവിടെ നിന്ന് അത്യാവശ്യം പിങ്ക് കാണുന്നുണ്ട് കേട്ടോ. ബ്ലൂ, സോറി, എപ്പോഴും പിങ്ക് നമ്മൾ ജയ്പൂർ ഇതുവരെ ഉണ്ടായിന്. ആ ജയ്പൂരത്തെ പിങ്ക് തന്നെ മനസ്സിൽ വരുന്നത്. അതിൽ ബ്ലൂ സിറ്റി. ഇതാ നമ്മൾ കയറി വന്ന വഴികളാണിത്. ഇതാണ് മൂന്നാമത്തെ ഗേറ്റ്, അതാണ് രണ്ടാമത്തെ ഗേറ്റ്. അവിടെ ഇനി യുദ്ധം ഉണ്ടായി, പീരങ്കിയൊക്കെ അടിച്ചിട്ട് ആ ചെറിയ ഗ്യാപ്പിൽ ഇനി വന്ന് യുദ്ധം ഉണ്ടായിന്. ശേഷം വന്ന മൂന്നാമത്തെ ഗേറ്റ് നമ്മൾ നേരത്തെ കണ്ടത്. കഴിഞ്ഞോ? പുറമെന്നുള്ള രസം ഉള്ളിലില്ല എന്നല്ല, അങ്ങനെ മോശമാക്കി പറയില്ല കേട്ടോ. പിന്നെ ഇത്രയും സ്ഥലങ്ങളൊക്കെ കോട്ടമതിൽ എത്ര ദൂരം നോക്കിയാ കോട്ടമതിൽ അതിലെങ്ങനെയാണ് കോട്ടമതിൽ. ഇവിടുന്ന് മറ്റേ സാധനം കാണുന്നുണ്ടോ? ഉസ്വദ് താട് അവിടെ നിന്ന് കാണില്ല. ഉസ്വദ് അല്ലേനോ? ഏതായാലും ഫോണാട്ട് വീണായാലും പണിയിട്ടു. താഴെതാ ഇത്രയും ഏരിയ ഉണ്ട്. ഫോർട്ടിൻ്റെ അതിർത്തി പോകണം, അതിലെങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ആയി. ഇവിടെ നമ്മളൊരു ഗൈഡിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് കാര്യമായിട്ട് ഇവിടെ എന്താ 300 റൂം അല്ലേ? നമ്മൾ രാവിലെ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ ഒരു ദിവസം മൊത്തം എക്സ്കേർഷൻ ഇവിടെ ആക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ. കാരണം ഇവിടെ 300ഓളം റൂമുകളുണ്ട്. വാതിലൊക്കെയാണ് പ്രത്യേക ഇരുമ്പാണ്, ഫുൾ ഇരുമ്പ്. അവിടെയൊക്കെ വഴികളുണ്ട്. ഷാൻ
റാത്തോർ രാജവംശത്തിലെ വീർ ദുർഗ ദാസ് റാത്തോറിന്റെ ഫോർട്ടാണ് ഇവിടെ ഉള്ളത്. സോഡ് അല്ല, മഹാരാജ അജിത് സിംഗിന്റെ വാളാണ് ഇവിടെ ഉള്ളത്. ഏതായാലും വാള് ദൈമൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ ആണോ അറിയില്ല, പഴയ ഇന്ത്യൻ കാര്യം. ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അവിടെ. ഗൈസ്, മെഹ്റംഗ്ര ഫോട്ടോ കണ്ട് ഞങ്ങൾ ഇപ്പോൾ സമയം ഏകദേശം 6:20 നല്ല വെളിച്ചുണ്ട്, സൂര്യന് താന്നിയില്ല. റൂമൊക്കെ പോവാണ്. റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ഏകദേശം യാത്ര ഉണ്ട്. 10 മിനിറ്റ് നയിക്കും വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റേ താജ്മഹലൊന്നും കാണാൻ പറ്റിയില്ല. ജോധ്പൂരത്തെ താജ്മഹൽ കാണാൻ പറ്റിയില്ല, കാരണം നല്ല ലേറ്റ്. അത് നടന്ന് നമ്മളവിടെ ക്ഷീണിച്ച് ടയേർഡ്. ഇനിയിപ്പോൾ ചിലപ്പോൾ രാത്രി ഒന്നും കാണാൻ സിറ്റി കുറച്ച് കുഴപ്പമില്ലാത്ത സിറ്റിയാണ്. നോക്കട്ടെ, മട്ടം പോലെ മേലെ കൂടെ അല്ലേ, മട്ടം പോലെ ഇറങ്ങണം. നേരെ റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആവണം, ക്ഷീണം മാറ്റണം. ഇന്ന് ഫുള്ള് ഫ്രൂട്ട്സ്, വെജിറ്റബിള്, ബ്രെഡ്, പിന്നെ നുറുക്കില്ലേ, അരിപ്പൊടി. രാവിലെ അരിപ്പൊടിയും. അപ്പോൾ നേരെ പോവാണ്, റൂമിലേക്ക് പോകണം. രാത്രി ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡ് കിട്ടുമോ നോക്കട്ടെ പോയിട്ട്. അപ്പോൾ ഷാനെ ഇവിടെ റൂമൊക്കെ കുഴപ്പമില്ല. റൊട്ടി തിന്നു. ദാലൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. 4 നമുക്ക് എന്നാ റൊട്ടിയും അച്ചാറും എടുത്തിട്ടേ നമുക്ക് പള്ളവായി പറയാം. ഇനി രാജസ്ഥാൻ കഴിയുള്ളൂ. ഇനി രാജസ്ഥാൻ കഴിഞ്ഞിട്ടാണ് ഇൻഷാല്ലാ നല്ലൊരു കത്തിക്കാൻ കാശ്മീർ എത്തി. ഫുഡ് വ്ലോഗ് ഉണ്ടാവും. ഫുഡിന്റെ വരിയായിരിക്കും ഇൻഷാല്ലാ. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ പ്ലാൻ മുന്നോട്ടാണെങ്കിൽ. ഇപ്പം റൂം. ബായ്.